ആലപ്പുഴ മാന്നാറിൽ കുളിക്കടവിൽ 56-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പരുമല സ്വദേശി സബീറിനെ കണ്ടെത്താൻ പോലീസ് ഡ്രോൺ പരിശോധന നടത്തി. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? പരിശോധന പൂർത്തിയായോ? സോന, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആലപ്പുഴ ജില്ലയിലെ പോലീസിനെയും സമീപവാസികളെയെല്ലാം നടുക്കത്തിലായിരുന്ന രീതിയിൽ സംഭവിച്ചത്. മാന്നാർ സ്വദേശിയായിട്ടുള്ള 56-കാരിക്കാണ് പീഡനമുണ്ടായത്. ഈ മാന്നാർ പുഴയുടെ, അതായത് പമ്പയാറിന് അടുത്തായിട്ട് കുളിക്കടവിൽ തുണി അലക്കുകയും മറ്റുമായിരുന്നു ഈ 56-കാരി. അപ്പോഴായിരുന്നു മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഈ പ്രതി ആ വഴി പോവുകയും ഈ ഇരയായിട്ടുള്ള സ്ത്രീയെ പീഡിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത് ഇവർ വലിയ രീതിയിലുള്ള പീഡനത്തിനാണ് ഇരയായത്. അവശനിലയിലാവുക പോലും ചെയ്തു ഈ സ്ത്രീ. ഏതായാലും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അന്നു മുതൽ പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട് എങ്കിലും ഇയാളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ഈ പുഴയുടെ തീരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. ഇവിടെ എവിടെയോ ആണ് ഇയാൾ ഒളിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. പ്രത്യേകിച്ചും ഈ പുഴയുടെ തീരങ്ങളിൽ മറ്റും ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ആകാം ഇയാൾ ഇപ്പോൾ ഒളിവിൽ പാർത്തിരിക്കുന്നത്. അതല്ല എങ്കിൽ പുഴയോട് ചേർന്നിരിക്കുന്ന കാട് മൂടിയ ഭാഗത്താകാം. അപ്പോൾ എവിടെയാണ് ഇയാളെന്ന് കണ്ടെത്തുവാൻ പോലീസിന് ചില ദുർഘടമായിട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുഴയിൽ ബോട്ടുകളിൽ തെരച്ചിൽ നടത്തി. അതിനുശേഷം ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുകയായിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പരിശോധന നടത്തുന്നത്. പരിമല സ്വദേശിയായിട്ടുള്ള സബീറാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ മൊഴികൾ, അതായത് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സമീപത്തു നിന്നും ലഭിച്ച തെളിവുകളും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾ തന്നെയാണ്, അതായത് പരിമല സ്വദേശിയായ സബീർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതി ഒളിവിൽ പാർത്തിരിക്കുവാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന വൈകിട്ടോളം നീളുകയായിരുന്നു. പക്ഷെ ഇതുവരെയും പ്രതിയിലേക്ക് എത്തിപ്പെടുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ. കുളക്കടവ് കേന്ദ്രീകരിച്ചാണോ ഈ ഡ്രോൺ പരിശോധന? നാളെയും ഈ പരിശോധന തുടരാൻ സാധ്യതയുണ്ടോ? സോന, കുളക്കടവ് കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഈ കുളക്കടവിൽ നിന്നും കുറച്ചുകൂടി നീങ്ങി, അതായത് ഞാൻ പറയുന്നത് ആ ഒരു മാന്നാർ ഭാഗത്തെ ഈ സംഭവം നടക്കുന്ന പമ്പയാറിന് അടുത്തായിട്ടുള്ള ഈ ഒരു ഭാഗം അങ്ങേയറ്റം ദുർഘടം പിടിച്ച ഒരു ഭൂമിശാസ്ത്രമാണ് അവിടെയുള്ളത്. എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ കാടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ ഈ തീരത്ത് നിന്ന് മുൻപ് താമസിക്കുകയും അവിടെ നിന്ന് പിന്നീട് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അങ്ങനെ നിരവധിയായ കെട്ടിടങ്ങൾ ആൾതാമസമില്ലാതെ തകർന്നും ജീർണിച്ചുമായ അവസ്ഥയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ എവിടെയുമാകാം ഇയാൾ ഒളിവിൽ ഇരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പ്രദേശം വിട്ട് അയാൾ പോകാനുള്ള സമയം ലഭിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ ഈ ഒരു വിഷയം നാട്ടുകാരൊക്കെ അറിയുകയും അതിനെ തുടർന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് എവിടെയോ ഇയാൾ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. ഈ നേരത്തെയും വയോധികരായുള്ള സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലും ഈ പ്രതിയായിട്ടുള്ള സബീറിന്റെ പേരിൽ ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ് പിന്നീട് ഈ കേസുകൾ നിലനിൽക്കുമ്പോഴും ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീണ്ടും കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കുറ്റകൃത്യം നടത്തുന്ന ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഊർജിതമായിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടത്തുമ്പോൾ പോലും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതിയെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനം നമ്മുടെ പോലീസ് വകുപ്പിൽ ഇല്ലേ എന്നൊരു ചോദ്യം പോലും പല ജനപ്രതിനിധികളും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യവും അങ്ങേയറ്റം ന്യായമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പല കേസുകളിൽ ഉൾപ്പെട്ട ഒരു പ്രതി തന്നെ ഇത്തരത്തിലൊരു വീണ്ടും കേസിന് അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം അതുപോലെ വയോധികയായ ഒരു സ്ത്രീക്ക് നേരെ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ പോലും ആ സ്ത്രീക്ക് സാധിക്കാതിരിക്കുകയും വലിയ ദാരുണമായിട്ടുള്ള ഒരു പീഡനത്തിന് ഇരയാകേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യമാണ്. കുളിക്കടവിൽ 56-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പരുമല സ്വദേശി സബീറിനായി തെരച്ചിൽ നടത്തി. പോലീസ് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. അമൽ സുരേന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.